ശ്രീ ജോർജ് പടിപ്പാറ, ഈ പെൻഷൻ തുക അക്കൗണ്ടിൽ വന്നാലും അത് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി ഈ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ബാങ്കിലോ ATM മുൻപിലോ പോകണം, അവിടെ പോയി ക്യൂ നിൽക്കണം, എന്നിട്ട് മാത്രമേ ഈ പണം കയ്യിലെത്തൂ. ആ ഒരു അവശതയുടെ ആ ഒരു ഘട്ടത്തിലും ഇങ്ങനെ സ്വന്തം പണം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കയ്യിൽ ലഭിക്കേണ്ട ആവശ്യകത നിറവേറ്റുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം എന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ പുറത്തു വരുന്നത്. ഈ നടപടി അനിവാര്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കിഷോർ, ഇത് അനിവാര്യതയാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നമുക്ക് അങ്ങ് അടച്ച് ഇത് നടന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ കൂടി ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ ഈ പെൻഷൻ അവരുടെ കൈവശം എത്തിക്കിട്ടുന്ന ഒരു സാഹചര്യത്തെക്കാൾ അവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സാഹചര്യം വേറെ ഇല്ലല്ലോ. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതായത് സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ ചെന്ന് ഈ പണം ഓരോ വീട്ടിലും എത്തി നേരിട്ട് ഗുണഭോക്താക്കളെ ഏൽപ്പിക്കുന്നു, ആ വീടുകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിലും സന്തോഷമുള്ള ഒരു സംവിധാനം ഇല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താ? അതിനകത്ത് 2-3 വശങ്ങളുണ്ട്. ഈ പെൻഷൻ ഔദാര്യമല്ല എന്ന അവകാശമാണെന്ന് ചോദിച്ചാൽ അതുമല്ല. നേരെ മറിച്ച് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് സങ്കല്പം പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ കാലത്ത് നമ്മൾ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ക്ഷേമ സങ്കല്പത്തില് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിലേക്ക് സർക്കാരിന്റെ സഹായം, സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ ചെയ്യുന്നത്, അവിടുത്തെയൊക്കെ ക്ഷേമത്തെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? ഫ്രം വോംബ് ടു ടോംബ് എന്നാണ് പറയുന്നത്. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത്, ആ ഭ്രൂണം ഉരുവാകുന്നത് മുതൽ അദ്ദേഹത്തെ എന്താ പറയാ കല്ലറയിലേക്ക് എടുക്കുന്നത് വരെ, അടക്കം ചെയ്യുന്നത് വരെയുള്ള എല്ലാ സുരക്ഷിതത്വവും അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇതും ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യാണ്. അപ്പൊ അത്രത്തോളം ഒന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും പുതിയ കാലം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണ മനുഷ്യർക്ക് അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവർക്കൊപ്പം എത്തിപ്പെടാനുള്ള വിദ്യാഭ്യാസമോ മറ്റു സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാത്ത ആ മനുഷ്യർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലെങ്കിലും സർക്കാരിന്റെ ഒരു ഉറപ്പ്, ആ ഒരു സഹായം അവർക്ക് ഉറപ്പാക്കുക എന്നുള്ളത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ ഏറ്റവും അടിസ്ഥാന നിയമങ്ങളിലൊന്നാണ്. ഇവിടെ കേരള സർക്കാരും അതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന മറ്റു സർക്കാരുകളും എല്ലാം ഉദ്ദേശിക്കുന്നത് ഈ പാവപ്പെട്ടവരായ ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് അവരുടെ പ്രാഥമിക ജീവിതത്തിന് ആവശ്യമായ ഒരു സഹായം എത്തിക്കുക. ആ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഈ ക്ഷേമ പെൻഷൻ. ഇവിടെ പ്രശ്നം എന്താ? ഈ ക്ഷേമ പെൻഷൻ വിതരണത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ ജയേന്ദ്രൻ സാർ അത് അംഗീകരിച്ചാലും അല്ലെങ്കിൽ അഭിലാഷ് ജി അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ശരി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പലപ്പോഴും ഈ പെൻഷൻ കൊടുക്കാൻ പോയ ആളുകൾ ആ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളോട് ഇത് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മൾ തരുന്ന ഒരു ആരാണോ കൊടുക്കുന്നത് അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു മിടുക്ക് കൊണ്ടാണ്, മികവ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരാണ് ഇത് തരുന്നത് എന്ന് കുറെ പേരെയെങ്കിലും ആ രീതിയിൽ സ്വാധീനിക്കാനോ അവരെ ബോധ്യപ്പെടുത്താനോ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാനോ ശ്രമം അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ നടക്കുന്നുണ്ട് എന്നുള്ളത് അനിഷേധ്യമായൊരു വസ്തുതയാണ്. അപ്പോ ഈ പറഞ്ഞ ഒരു കണക്ക് പറഞ്ഞല്ലോ, 62 ലക്ഷം പെൻഷൻകാർ. ഈ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 65% വരുന്ന ഇടതുപക്ഷ ഭരണമാണ് നിൽക്കുന്നത്. അപ്പൊ ഈ 65% പെൻഷൻകാർക്ക് ഈ 65% വരുന്ന ബാങ്കുകൾ, സഹകരണ ബാങ്കുകളുടെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നതിൽ മഹാഭൂരിപക്ഷവും ആ പാർട്ടിയുടെ ആളുകളുമാണ്. അപ്പൊ അവരാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സർക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വീണ്ടും ഇങ്ങനെ തുടരുമ്പോൾ ഈ സർക്കാരല്ല, ഞങ്ങളുടെ സർക്കാർ, പഴയ ആ പാർട്ടിക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ പെൻഷൻ കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് എന്നൊരു തോന്നൽ ഈ പറയുന്ന ആളുകൾക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനൊരു മാറ്റം വേണം. ഇതാണ് ഇതിൻ്റെ അകത്തെ യഥാർത്ഥ വസ്തുത. അത് അതിന്റെ ക്രെഡിറ്റ് ഇനി രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും ഒരു കക്ഷിയോ മുന്നണിയോ ഇനി എല്ലാ കാലത്തും അടിച്ചു മാറ്റുന്നത് വേണ്ട. ഇനി അങ്ങനെ ഒരു ക്രെഡിറ്റ് വേണ്ട. അതായത് സഹകരണ ബാങ്കുകളിൽ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തുന്നു.
അത് വാങ്ങാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമില്ല. അവർക്കൊക്കെ ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ പോലെ ബാങ്കുകളിൽ പല കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. വേണമെങ്കിൽ ATM കാർഡുകൾ അനുവദിച്ചാൽ അവരുടെ മക്കള് ഈ അക്കൗണ്ടിൽ വരുന്ന പൈസ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഇനി മക്കളത് അടിച്ചു മാറ്റി കള്ളു കുടിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ഏറ്റവും ആശങ്കയുള്ള കാര്യം. അല്ലാതെ യഥാർത്ഥത്തിൽ ഏറ്റവും സുതാര്യമായ ഒരു സാധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാലതാമസമില്ല. ഇത് എന്ന് സർക്കാർ റിലീസ് ചെയ്യുന്നു ആ നിമിഷം ദേശസാൽകൃത ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് ഉള്ള ഇവരുടെ ഓരോ വ്യക്തിയുടെയും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ആ ദിവസം തന്നെ ഇത് കയ്യിലെടുക്കാം. ഇപ്പോ ഈ പറഞ്ഞ ട്രഷറിയിൽ നിന്ന് സഹകരണ ബാങ്കുകൾ സ്വീകരിച്ച് പിന്നെ അവരുടേതായ ഒരു സമയം എടുത്ത് ഇവർ ഓരോരുത്തരും വീടുകളിൽ കൊണ്ട് ചെല്ലുമ്പോൾ ചുരുങ്ങിയത് ഒരാഴ്ചയുടെയെങ്കിലും മിനിമം, 2 ആഴ്ച എന്ന് അഭിലാഷ് പറഞ്ഞിടത്തോളം ഒന്നും വരില്ലെങ്കിൽ പോലും മിനിമം ഒരാഴ്ചയുടെയെങ്കിലും കാലതാമസം ഈ സംവിധാനത്തിലും വിതരണത്തിനും എടുക്കലിലും കൊടുക്കലിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഇതാവുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ മറ്റു പെൻഷനുകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? നേരിട്ട് എന്നാണോ റിലീസ് ചെയ്യുന്നത് ആ നിമിഷം അക്കൗണ്ടുകളിൽ കയറുന്നു, അവിടുന്ന് അത് അപ്പാടെ തന്നെ നമുക്ക് മേടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പൊ പുതിയ കാലഘട്ടത്തിൽ സുതാര്യത എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെയാണ്. ഈ നേരിട്ട് കൊടുക്കലിനകത്തൊക്കെ ചിലപ്പോ ചുരുക്കം പേരെങ്കിലും വല്ല കൃത്രിമൊക്കെ കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടാൻ താമസിക്കുന്നുണ്ടാകാം. അതും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ ക്ഷേമ പെൻഷന്റെ ക്രെഡിറ്റ് മറ്റാരും എടുക്കണ്ട എന്നൊരു തീരുമാനത്തിന്റെ പുറത്ത് എടുത്ത ഒരു തീരുമാനം, ഒരു നടപടി അല്ലേ? ഒറ്റ പോയിന്റ് കൂടി ഉണ്ട് അതിനകത്ത്. കിടപ്പ് രോഗികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവരുടെ കാര്യത്തിൽ അവർക്ക് ഈ ബാങ്കുകളോളം എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അവിടേക്ക് ഒരു നിലയ്ക്കും പോകാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം നമുക്ക് കളയാം. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദേശസാൽകൃത ബാങ്കുകൾ എല്ലാ പഞ്ചായത്തിലും 4, 5 ഒരുമാതിരി സെന്ററുകളിലൊക്കെ 1, 2, 3 ബാങ്കുകളുടെ ശാഖകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ശാഖയേ ഉള്ളൂ അല്ലെങ്കിൽ ആരേ ശാഖയേ ഉള്ളൂ എന്നൊന്നും പറയുന്ന ആ കാലമൊക്കെ പോയി. ഇപ്പൊ ബാങ്കുകൾ മത്സരിച്ച് ശാഖകൾ തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറയുന്നതൊക്കെ പണ്ട് കാലത്ത് പല ന്യായങ്ങളും പറഞ്ഞല്ലോ, ഇതൊക്കെ വന്നാൽ എങ്ങനെ കൈമാറും, ആര് മേടിക്കും, ആ കാലമൊക്കെ പോയി. ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ഇതൊക്കെ മേടിക്കാൻ കാശുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതാത് ഗുണഭോക്താക്കൾ ചെയ്തിരിക്കുക. അത് ഓർത്ത് ഒരുപാട് തല പുണ്ണാക്കണ്ടെന്നാണ് എന്റെ പക്ഷം. കാശ് ബാങ്കിലെത്തിയാൽ അവരത് കയ്യിലാക്കിക്കോളും. ശരി.